മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ട്. എന്തല്ലേ, ഒന്ന് ഉറങ്ങി എണീറ്റപ്പം ഒരു നഗരം തന്നെ ഇല്ലാണ്ടായി. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. കാണാതായവർക്കായിട്ട് തിരച്ചിലുണ്ടായിരുന്നു. വയനാടിനെ കേരളം ചേർത്ത് പിടിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തെ തന്നെ ഇല്ലാണ്ടാക്കാൻ കഴിവുള്ള ഒരു ബോംബ് ഇടുക്കി ജില്ലയിലുള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്. പെരിയാർ റിവറിന് കുറുകെ 53.6 മീറ്റർ ഹൈറ്റിൽ 365.7 മീറ്റർ ലെങ്തിൽ 443 മില്യൺ ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി ഉള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഇറിഗേഷൻ ആൻഡ് വാട്ടർ സപ്ലൈക്ക് വേണ്ടി നിർമ്മിച്ച ഗ്രാവിറ്റി ടൈപ്പ് ഡാം. ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡാംസ് ഇൻ ഇന്ത്യ. മുല്ലപ്പെരിയാർ ഡാം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്നത്. അന്ന് ഡാം കൺസ്ട്രക്ട് ചെയ്തതും ഡിസൈൻ ചെയ്തതും ജോൺ പെനിക്യുക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ ഡാമിൻ്റെ ഏജും കണ്ടീഷനും കണക്കിലെടുത്തുകൊണ്ട് കനത്ത മഴയോ ഭൂകമ്പമോ ഉണ്ടായാൽ ഈ ഡാമിൻ്റെ സ്റ്റെബിലിറ്റിയും പൊട്ടൻഷ്യലും പരാജയപ്പെടാനുള്ള സാധ്യതയും കുറിച്ചുള്ള ആശങ്കകളാൽ കേരള ഹൈക്കോടതി ഈ ഡാമിനെ അപകടകരമായൊരു ഡാമായി തരംതിരിച്ചിട്ടുണ്ട്. നിലവിലെ ഡാം നിലനിർത്താനായി തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുമ്പോഴും സുരക്ഷാ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് കേരളം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഡാമിൻ്റെ ജലനിരപ്പ് 142 അടിയായി ഉയർത്താനായി 2014 സുപ്രീം കോടതി തമിഴ്നാടിന് അനുമതി നൽകുകയായിരുന്നു. അപ്പോഴും പുതിയ ഡാമിന് വേണ്ടിയുള്ള ശ്രമം കേരളം ആവശ്യപ്പെട്ടതായി പറയുന്നുണ്ട്. ഓർക്കുക, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെള്ളം മാത്രമല്ല പുറത്തോട്ട് വരുന്നത്. 180 വർഷത്തെ ചെളിയും ഡാമിൻ്റെ അവശിഷ്ടങ്ങളും വലിയ വലിയ കല്ലുകളുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഡാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1945 ഓഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിൽ ഇട്ട ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അറ്റോമിക് ബോംബിൻ്റെ 3-4 ഇരട്ടിയാണ്. അന്ന് ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആ ബോംബിൻ്റെ എക്സ്പ്ലോസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 15,000 ടൺ ഓഫ് TNT ആണ്. അന്ന് ഏകദേശം 80,000-ഓളം ആളുകളാണ് മരണപ്പെട്ടത്. 70,000-ഓളം ആളുകൾക്ക് പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ 3 ഇരട്ടി, ആ ഒരു പവറിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതാണ്. ഇത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി ആർച്ച് ഡാം നോക്കിക്കോളും എന്നൊരു വാർത്ത കേട്ടിട്ടുണ്ട്. ഇനി ആർച്ച് ഡാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഏഷ്യയിലെ ഏറ്റവും ടാളസ്റ്റ് ആർച്ച് ഡാമാണ് ഇടുക്കിയിലെ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ 1969 തുടങ്ങി 76 അവസാനിക്കുന്നത്. 550 ഫീറ്റാണ് ആർച്ച് ഡാമിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ പൊട്ടുമ്പോൾ, മുല്ലപ്പെരിയാർ തകരുമ്പോൾ ആർച്ച് ഡാം നോക്കിക്കോളും എന്നാണെങ്കിൽ മുല്ലപ്പെരിയാറിന്ന് ആർച്ച് ഡാം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 65 കിലോമീറ്റേഴ്സാണ്. അതിനിടയിൽ ഏകദേശം 10,000-ഓളം വീടുകളുണ്ട്, 70,000-ഓളം ആളുകളുണ്ട്. മുല്ലപ്പെരിയാർ തകർന്ന് ആർച്ച് ഡാമിലേക്ക് വരുമ്പോൾ ഇത്രയും ആളുകളുടെ ശരീരവും ഇത്രയും മൃഗങ്ങളുടെ ശരീരവും മറ്റ് ഡാമിൻ്റെ അവശിഷ്ടങ്ങളും വലിയ കല്ലുകളും ചെളികളുമൊക്കെ ആയിട്ടാണ് ആർച്ച് ഡാമിലേക്ക് വരിക. അങ്ങനെ ഉണ്ടായാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ഭയാനകമായ ദുരന്തമായിരിക്കും നമ്മൾ നേരിടാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ പൊട്ടുകയാണെങ്കിൽ അമേരിക്ക ഹിരോഷിമയിലിട്ട ആ ഒരു ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബിൻ്റെ 3-4 ഇരട്ടിയാണെങ്കിൽ ആർച്ച് ഡാം കൂടി തകരുകയാണെങ്കിൽ 366 ഇരട്ടി പവറിലായിരിക്കും ആർച്ച് ഡാമിൽ നിന്നും ജലബോംബ് പുറത്തേക്ക് തെറിക്കുക. മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ബെൻഡ് വന്നതായിട്ട് പറയുന്നതായിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ മുല്ലപ്പെരിയാർ ഡാം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു ബെൻഡ് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ഇതേപോലുള്ള ഗൂഗിൾ മാപ്പ് പിക്ചേഴ്സ് നമ്മളുടെ ഗൂഗിളിലുണ്ട്. എല്ലാവരും കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഒരു ബെൻഡ് അവിടെ ഇല്ലേയും തരും. അന്ന് ഡാം കൺസ്ട്രക്ട് ചെയ്ത പെനിക്യുക്ക് പറഞ്ഞത് ഡാമിന് ആയുസ് വെറും 50 വർഷമാണ്. എന്നാൽ ഇന്ന് ഡാമിൻ്റെ വയസ്സ് 138 മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പിന്നാലെ ഇടുക്കി ഡാം, അതായത് ആർച്ച് ഡാം, ചെറുതോണി ഡാം, ഭൂതത്താൻകെട്ട് തുടങ്ങിയ ഡാമുകളും തകരാൻ സാധ്യതയുണ്ട്.
അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ 1.5 കോടി ജനങ്ങളും കേരളവും ഇല്ലാണ്ടായേക്കാം. കുത്തിയൊലിച്ചു വന്ന മണ്ണിടിച്ചിലിനെയും പ്രളയത്തെയും തരണം ചെയ്ത നമ്മൾക്ക് ചിലപ്പം ആ ഒരു വലിയ ദുരന്തം നേരിടാൻ കഴിഞ്ഞെന്ന് വരില്ല. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരളത്തിന് മാത്രമാണ് പ്രശ്നമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. തമിഴ്നാട്ടിലെ 3-4 ജില്ലകൾ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാരെയും ഭയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആയിട്ട് കാണരുത്. നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ഒരു വീഡിയോ ആണ്. ഇതിനു വേണ്ടിയുള്ള നടപടി എടുക്കേണ്ടത് കേരളമോ കേന്ദ്രമോ തമിഴ്നാടോ ആരുമായിക്കോട്ടെ. പൊലിയുന്നത് നമ്മുടെ സഹോദരങ്ങളുടെ ജീവനാണ്, നമ്മുടെ നാടാണ്. സ്വന്തം കുടുംബം കൺമുന്നിൽ വെച്ച് ഇല്ലാണ്ടാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരെ നമ്മളെല്ലാവരും കണ്ടതല്ലേ. ഇനി ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളുടെ ജീവന് വേണ്ടി നമുക്കൊന്നിക്കാം. 2018 അഡ്വക്കേറ്റ് റസൽ ജോയ്സ് സാർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിലേക്ക് തുടങ്ങിയ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനിങ് ഉണ്ട്. ആ ക്യാമ്പയിനിങ്ങിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ആ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കുക, മറ്റുള്ളവരിലേക്ക് ആ ഒരു ക്യാമ്പയിനിങ് എത്തിക്കാൻ ശ്രമിക്കുക. കൂടാതെ തമിഴ്നാട് ഗവൺമെൻറ്റിലേക്കും കേരള ഗവൺമെൻറ്റിലേക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിൽ പെറ്റീഷൻ ക്യാമ്പയിനിങ് ജസ്റ്റിസ് ഗ്രൂപ്പ് ഒരുക്കുന്നുണ്ട്. ഇമെയിൽ ഐഡിയും പെറ്റീഷൻ ഫോർമാറ്റും ഈ വീഡിയോയുടെ ക്യാപ്ഷനിലും കമൻറ്റിലുമുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു ഹായ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾ അയച്ചു തരാം. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ക്യാമ്പയിനിൽ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. കേരളത്തെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണ്, നാടിൻ്റെ പ്രശ്നമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിൽ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. The Mullaperiyar Dam should be decommissioned due to safety concern and environmental risk. Save Kerala.